സദാസമയവും വർഗീയതയും വിദ്വേഷവും പറയുന്ന ശശികലയുടെ ഇടപെടൽ കാരണത്താൽ ഹിന്ദുക്കൾക്ക് ഇനി അഭിമാനിക്കാം. ശശികലയുടെ ഇടപെടലിലുണ്ടായ അഭിമാനം എന്താണെന്നറിയണ്ടേ? ഇത്രയും നാൾ തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിൽ അവിടെയുള്ള പാവപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വലിയൊരു സഹായം ഈ വിഷകല കാരണത്താൽ ഇല്ലാതായിരിക്കുന്നുവെന്നുള്ളതാണ്. നോക്കൂ, സ്വയം നന്നാവുകയുമില്ല, മറ്റുള്ളവരെ നന്നാക്കാൻ സമ്മതിക്കുകയുമില്ല. പൊതുസമൂഹം വിഷകല എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഈ സ്ത്രീ സമൂഹത്തിന് വേണ്ടി, ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ, എന്തെങ്കിലും ഒരു നല്ലൊരു പ്രവർത്തനം ചെയ്തതായി നമുക്കെവിടെയും കാണാൻ കഴിയില്ല. നേരെ മറിച്ച് രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി വരെ സദാസമയവും സമൂഹമാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വർഗീയതയും വിദ്വേഷവും പറഞ്ഞുകൊണ്ടിരിക്കലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ ശബ്ദമുയർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹൈന്ദവ സഹോദരങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ സഹായങ്ങളെയും ഈ വർഗീയവാദികൾ കാരണം ഇല്ലാതായി മാറുകയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ്. ഹിന്ദു ഐക്യവേദിയുടെ പരാതി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ SYS സേവനം നിർത്തിവെപ്പിച്ചു. നിർധനരും അഭയമില്ലാത്തവർക്ക് ലഭിച്ചിരുന്ന സഹായമാണ് ഹിന്ദുത്വ സംഘടനകളുടെ പരാതിയെ തുടർന്ന് നിർത്തലാക്കിയിരിക്കുന്നത്. SYS എന്ന് പറയുന്ന ഒരു സംഘടനയുടെ, ഒരു ചാരിറ്റി ചെയ്യുന്ന ഒരു കൂട്ടായ്മയുടെ പേരാണ് സാന്ത്വനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ, മതസംഘടനകൾ, സാമുദായിക സംഘടനകൾ ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ രോഗികളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ, അവിടെ രോഗികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന സഹായങ്ങൾ, അതോടൊപ്പം രോഗികൾക്ക് സാമ്പത്തിക സഹായങ്ങൾ, അങ്ങനെ അടങ്ങുന്ന നിരവധി സഹായങ്ങളുമായി ഒരുപാട് പേർ രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ അവർ സഹായിക്കുന്നത് മതം നോക്കിയല്ല, മനുഷ്യത്വം നോക്കിക്കണ്ടാണ്. ഈ സഹായങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരെ ആരും മതത്തിലേക്ക് കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല ഇവർ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. നേരെ മറിച്ച് മനുഷ്യത്വം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. ആരോരുമില്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യരുടെ കൈകളിലേക്ക് സഹായങ്ങൾ എത്തുന്ന സമയത്ത് അവരുടെ മുഖത്ത് വിരിയുന്നൊരു പുഞ്ചിരിയും ആ ഒരു സന്തോഷവും, അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരം സഹായങ്ങളുമായി രംഗത്ത് വരാറുള്ളത്. അത്തരത്തിൽ SYS കഴിഞ്ഞ കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന, സ്വാതന്ത്ര്യം എന്ന പേരിൽ ചെയ്തു വരുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അത്തരത്തിൽ കുറേ കാലങ്ങളായി ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് എത്തുന്നവർക്ക് പോസ്റ്റ്മോർട്ടം കിറ്റ് സൗജന്യമായി നൽകാറുണ്ട്. ആ പദ്ധതിയാണ് വിവിധ ഹിന്ദുത്വ സംഘടനകളുടെ എതിർപ്പ് കാരണത്താൽ ഇപ്പോൾ നിർത്തിവെക്കാൻ തീരുമാനമായത്. മൃതദേഹം പൊതിഞ്ഞു നൽകാൻ SYSന് നൽകിയ അനുമതി പിൻവലിക്കണമെന്ന് ഫോറൻസിക് വകുപ്പിനോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ സനൽകുമാർ ആവശ്യപ്പെട്ടു. ഇതോടുകൂടിയാണ് സേവനം അവസാനിപ്പിക്കാൻ SYSനോട് ആവശ്യപ്പെട്ടത്. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഇതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. സ്വയം നന്നാവുകയുമില്ല, സമൂഹത്തിനൊരു ഗുണം ചെയ്യുകയുമില്ല, എന്നാലോ മറ്റുള്ളവരെ കൊണ്ട് ഒരു നല്ല കാര്യം ചെയ്യിപ്പിക്കാൻ ഇവറ്റകൾ സമ്മതിക്കുകയുമില്ല. അവർക്ക് വേണ്ടത് മതം പറഞ്ഞ്, രാഷ്ട്രീയം പറഞ്ഞ് ഇവിടെ സമൂഹത്തിന് യാതൊരുവിധ ഗുണവും ഉണ്ടാക്കാതെ ഇങ്ങനെ തമ്മിൽ പരസ്പരം തമ്മിലടിച്ച് ചാകണം. അതുമാത്രമാണ് ഇത്തരം ആളുകളുടെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശശികല സോഷ്യൽ മീഡിയയിൽ കുറിച്ചൊരു പോസ്റ്റ് ഇങ്ങനെയാണ്: ഈ നാടെങ്ങോട്ട്, മൃതദേഹത്തിനോട് ഈ അനാദരവ് കാട്ടാൻ ഉത്തരവിട്ടതാര്? തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ SYS എന്ന ഇസ്ലാമിക സംഘടനയ്ക്ക് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എല്ലാ മതസ്ഥരുടെയും മൃതശരീരം കൈകാര്യം ചെയ്യാൻ അനുമതി കൊടുത്തതിനെ അത്ര നിസ്സാരമായി കാണാൻ പറ്റില്ല. ഹിന്ദു ഐക്യവേദിയുടെ പരാതിയെ തുടർന്ന് തീരുമാനം പിൻവലിച്ചത് ആശ്വാസകരമെങ്കിലും പരാതിക്കാസ്പദമായ ഈ തീരുമാനമെടുത്തവർ അത്ര നിഷ്കളങ്കരാണോ? നോക്കൂ, മരണപ്പെട്ട ഒരു മൃതശരീരത്തിൽ പോലും മതം കണ്ടെത്തുകയാണ് ഇത്തരം ആളുകൾ. നോക്കൂ, എത്ര നീചമാണ് ഇവറ്റകളുടെ മനസ്സെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നോക്കൂ, ഈ ഒരു വാർത്തയ്ക്ക് താഴെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരൻ എഴുതിയ ഒരു കമന്റ് ഞാനൊന്ന് വായിക്കാം. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഉപകാരമുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. അത് നിർത്തിച്ചപ്പോൾ അവന്മാരുടെ കുത്തിക്കഴപ്പ് മാറി. ഒരിക്കൽ ഒരു ഓക്സിജൻ സിലിണ്ടറിന്റെ ആവശ്യം വന്നപ്പോൾ ഇത് പൂട്ടിക്കാൻ നടന്ന ഒരു ഡാഷും സഹായിച്ചില്ല. ഈ പറയുന്ന സ്വാതന്ത്ര്യം സംഘടനയാണ് അവരുടെ ആംബുലൻസിൽ ആ സാധനം എത്തിച്ചു തന്നത്. കണ്ടില്ല ആ സഹോദരന്റെ കമന്റ്? ഈ കമന്റ് ഇട്ടത് ഒരു മുസ്ലിം സഹോദരനല്ല, ഒരു ഹൈന്ദവ സഹോദരനാണ്. നോക്കിത്തരത്തിൽ ജാതിയും മതവും നോക്കാതെ മനുഷ്യരെ മനുഷ്യന്മാരായി കണ്ടുകൊണ്ട് ആ SYS എന്ന് പറയുന്ന സംഘടന നല്ലൊരു പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാം നശിപ്പിച്ച് ഇല്ലാതാക്കുകയാണ് ഇത്തരം ആളുകൾ. എന്നിട്ട് നാഴേക്ക് 40 വട്ടം പറയും, ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ശബ്ദിക്കുന്നത് എന്ന്. നിങ്ങൾ ഹൈന്ദവ സമുദായങ്ങൾക്ക് വേണ്ടി, ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തു നന്മയാണ് ഈ ലോകത്ത് ചെയ്തത്? നോക്കൂ, ശശികല ചെയ്ത ഏതെങ്കിലും ഒരു നല്ലൊരു പ്രവർത്തനം, ഹൈന്ദവ സമുദായങ്ങൾക്ക് വേണ്ടി, ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടി ശശികല ചെയ്ത ഏതെങ്കിലും ഒരു നല്ലൊരു പ്രവർത്തനം നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. നോക്കൂ, ഒരുപാട് പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും കടന്നുപോയ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾക്ക് കൈത്താങ്ങായി മാറിയത് മുസ്ലിം സഹോദരങ്ങളാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിക്കാം. ഓപ്പറേഷൻ നടത്താൻ ഭയങ്കര പൈസ, ഒറ്റയ്ക്കല്ലേ, വേറെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലല്ലോ, അന്നൊന്നും ആരും സഹായിക്കാനില്ല, സഹായിക്കത്തില്ല.
അന്നൊക്കെ എനിക്ക് കുറച്ച് മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവർ സഹായിക്കുമായിരുന്നു. മറ്റേ ഞങ്ങൾ ഹിന്ദുസൊന്നും വരില്ല, ഞാൻ പറയും അതിൽ കൂടെ അതിൻ്റെ സഹായം ചെയ്തില്ല. ക്രിസ്ത്യൻസും മുസ്ലിംസുമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ പറഞ്ഞാൽ എനിക്ക് നോക്കും. പിന്നെ മുസ്ലിംസ് എനിക്ക് ഒത്തിരി എൻ്റെ സെക്രട്ടറി ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞങ്ങളുടെ ആലപ്പുഴയിൽ. അവിടെയുള്ള മുസ്ലിംസ് നേർച്ചപ്പെട്ടിരുന്ന പൈസ പോലും എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. അവരൊന്നും നമ്മളൊരു ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. എനിക്ക് ആ പൈസ തന്നിട്ടുള്ള മറക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ പറയാം, ഇപ്പൊ ഇതൊക്കെ പറയേണ്ടതെന്ന് വെച്ചാൽ പറയണം, ഇപ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ എൻ്റെ ശബ്ദം ആരെങ്കിലും ഒക്കെ കേൾക്കത്തില്ല. ഇത് ഇവരുടെ മാത്രം അനുഭവമല്ല. ഇതുപോലെ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവർക്കുണ്ടായ മനോഹരമായ അനുഭവങ്ങൾ പറഞ്ഞു വെക്കാനുണ്ട്. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഹൈന്ദവ സഹോദരങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്കിതുപോലെ മുസ്ലിം സഹോദരങ്ങൾ ചേർത്ത് പിടിച്ച നിങ്ങളെ സഹായിച്ച ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നോക്കൂ, നമ്മുടെ കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ, വലിയ വലിയ ദുരന്തങ്ങളുണ്ടായപ്പോൾ അന്ന് എല്ലാ സംഘടനകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതവും ജാതിയും നോക്കാതെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു മെയ്യായി പ്രവർത്തിച്ച കാഴ്ച നമ്മളെല്ലാവരും കൺകുളിർക്കെ കണ്ടതാണ്. അന്ന് ആ സമയത്തും ആരും മതവും ജാതിയും നോക്കിയല്ല ആളുകൾ രക്ഷിക്കാനായി ഇറങ്ങി പുറപ്പെട്ടത്. മനുഷ്യത്വം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ ഈ ശശികല എന്ന് പറയുന്ന വിഷകലയുടെ തനിരൂപം എന്താണ് എന്നുള്ളത് അവർ പണ്ട് തന്നെ മനസ്സിലാക്കിയതാണ്. അവരുടെ മനസ്സിലിരിപ്പ്, അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളുണ്ട്. ഒരു ഹൈന്ദവ സഹോദരി ശശികലയ്ക്ക് കൊടുത്ത മനോഹരമായ ഒരു മറുപടിയുണ്ട്. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണേണ്ടതാണ്. അവർ ടീച്ചറിനെ വിളിക്കാനുള്ള സ്നേഹം കൊണ്ട് വിളിച്ചൊന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു മാത്രം. കൂടുതൽ മനസ്സിലാവും വിഷകല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 1-ാം നമ്പർ രാജകുമാരുടെ വിഷം പോലും തോറ്റുപോകുന്ന വിഷം, കൊടിയ വിഷം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. ഇവരെ പോലത്തെ ഒരു നികൃഷ്ട ജന്മത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതുപോലെ വൃത്തിയിട്ട്, അതായത് വെറുതെ മനസ്സോടുകൂടി ജീവിക്കുന്ന സ്ത്രീയാണ്. വിഷം മാത്രമേ അവർ ചീറ്റാറുള്ളൂ. നല്ല കാര്യങ്ങളൊന്നും അവരുടെ വായിൽ നിന്നോ അവരുടെ നാവിൽ നിന്നോ വരാറില്ല. അവരുടെ തലയിൽ പോലും, അവർ തലച്ചോറ് പോലും അതിനൊക്കെ നല്ല ചിന്തകളില്ലെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇവർ ഇത് മാത്രം പാടിക്കൊണ്ടിരിക്കില്ല. അവരുടെ വീഡിയോയിൽ മറ്റൊന്നുമല്ല, എനിക്ക് എന്നെ പ്രലോഭിപ്പിച്ച് കയറുന്നില്ല. ഈ ഹൈന്ദവ വിശ്വാസികളെ മുഴുവനും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവരുടെ സംസാര രീതി. അതിനെതിരെയാണ് എനിക്ക് 2 വാക്ക് പറയേണ്ടത്. എൻ്റെ പൊന്നു ശശികലെ, ഈ ഹൈന്ദവർ മുഴുവനും വിശ്വാസികളാണോ? അങ്ങനെ ഒരു തോന്നുന്ന ശശികലയ്ക്കുണ്ടോ? ഹൈന്ദവർ മുഴുവനും വിശ്വാസികളാണോ? വിശ്വാസികൾ മുഴുവനും ഈ പറഞ്ഞതുപോലെ RSSലും BJPയിലും പെട്ട ആളുകളാണോ? അല്ല, അറിയാൻ വളരെ ചോദിക്കുക. വിശ്വാസ സമൂഹത്തിന് മുഴുവനും, ഹൈന്ദവരെ മുഴുവനും BJPയിലേക്ക് RSSലേക്കും ശശികല തീരെ എഴുതിയെടുത്തോ? ഒരു കയ്യിൽ ഒരു രാഗി കെട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ RSS, BJP. ഒരു കാവിമുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ RSS. ഒരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവൻ RSS. നെറ്റിയിൽ ഒരു കൂറ് തൊട്ടിട്ടുണ്ടെങ്കിൽ അവൻ RSS. ഇതൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഗി കിട്ടുമായിരുന്നു. ആൺകുട്ടികൾ കൂറ് കിട്ടുമായിരുന്നു. വലുതാകുമ്പോൾ കാവിമുണ്ട് കൊടുക്കുമായിരുന്നു. സ്ഥിരം ക്ഷേത്രത്തിൽ പോകുന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഇപ്പൊ പേടിച്ചിട്ട് ഇതൊക്കെ നിർത്തി വെച്ചേക്കാം പിള്ളേർ. കാരണം എന്താ, നീ RSS ആണോ, നീ BJP ആണോ എന്നുള്ള ചോദ്യം കേൾക്കാൻ പറ്റാത്തതുകൊണ്ട്. ശശികലയും ശശികലയുടെ കൂട്ടാളികളും BJPയിലും RSSലുള്ള ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുക, രാഷ്ട്രീയം എല്ലാവരുടെ മനസ്സിലുണ്ട്, എല്ലാവർക്കും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങളിത് ഫുള്ളും നിങ്ങളുടെ ലേബലാക്കി നിങ്ങൾ മാറ്റി. ഈ നെറ്റിയിലെ കുറിയും കയ്യിലെ രാഗിയും ഈ കാവ്യമുണ്ടും ക്ഷേത്രത്തിൽ പോക്കും ഈ പറഞ്ഞ പോലെ ഹൈന്ദവ വിശ്വാസ സമൂഹത്തെ മുഴുവനും കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ ഫുള്ളും നിങ്ങളുടെ ലേബലാക്കി എടുത്തു. നടക്കില്ല ശശികലെ, ഇതൊന്നും നടപടിയുള്ള കാര്യമില്ല. വിശ്വാസത്തിന്റെ കൂടെ കൂട്ടു നിൽക്കും, എല്ലാവരും നിൽക്കും, ഇല്ലെന്നല്ല. അതിന് അതിൻ്റെതായ സാഹചര്യങ്ങളുണ്ട്. ഈ കൊറോണ വന്ന ഈ വൈറസ് മൂലം ഈ നമ്മുടെ ലോകം മുഴുവനും ഭീതിയിലിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലെ വിഷം തീറ്റുന്ന വീഡിയോകളുടെ നിങ്ങൾക്ക് യാതൊരു ഉടുപ്പൂല ശശികലെ. നീ ഒരു സ്ത്രീയാണോ? അറിയാൻ പാടില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, നിന്നെപ്പോലെ തന്നെ എനിക്കുണ്ട് രാഷ്ട്രീയം. എല്ലാവരുടെ മനസ്സിലുണ്ട് രാഷ്ട്രീയം, വിശ്വാസം. ഇതൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വേണം സംസാരിക്കാൻ. അത് ഹൈന്ദവരെ മുഴുവനും കൂട്ടുപിടിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട്. അല്ല, കൊറോണ വന്ന് ചാവാതെ നോക്ക്, വരെ ദൈവത്തെ വിളിച്ചിരിക്കാൻ നോക്ക്. അല്ല, അതിങ്ങനെ വിഷം ചീറ്റിക്കൊണ്ടിരിക്കാണ്ട് പ്രായത്രയ്ക്കായില്ലേ, നല്ലതെങ്കിലും ചിന്തിച്ചൂടെ? കുറച്ചെങ്കിലും വിഡിത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഒരു പരിധിയില്ലേ? അത് കേട്ടിരിക്കുന്ന ജനത്തിൻ്റെ ഒരു പരിധി. ശശികലയ്ക്ക് ഒരു വിചാരമുണ്ട്, ഈ ഹൈന്ദവർ മുഴുവനും 3 നേരം ചാണകവും 4 നേരം ഗോമൂത്രം കുടിച്ചിട്ടാണ് ജീവിക്കുന്നത്. അത് വെറുതെയാണ്. ഞാനൊരു വിശ്വാസി, ഞാനൊരു ഹിന്ദു, അന്ന് കരുതിയിട്ട് ഞാൻ കരിയാഹാരം തിന്നുന്നത്, ചാണകം നിന്ന് ഗോമൂത്രം കുടിച്ചല്ലിരിക്കുന്നത്. അത് ശശികല ഓർത്ത ശശികലയ്ക്ക് തന്നെ വളരെയധികം കൃത്യമായ മറുപടി. ഇങ്ങനെയായിരിക്കണം ഇതുപോലെയുള്ള വിഷം ചീറ്റുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട മറുപടി. നോക്കൂ, നിങ്ങൾ എത്ര തന്നെ ഇവിടെ മതവർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും അതൊന്നും ഇവിടെ വില പോവില്ല. കാരണം ഇത് കേരളമാണ്. സൗഹാർദ്ദവും സ്നേഹവും എന്താണെന്നറിയുന്ന നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവരും മുസൽമാനും ഒക്കെ ജീവിക്കുന്ന ഈ മണ്ണിൽ ഇത്തരം വർഗീയവാദികളുടെ ഒരു അജണ്ടയും നടപ്പിലാകാൻ പോകുന്നില്ല.